ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അൻ മാലിക്കുദ്ദാർ ഖാല, മഹാനായ മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു. ആരാണ് മാലിക്കുദ്ദാർ എന്ന് പേരുള്ള ആള്? വകാന ഖാസിന ഉമർ അല തുആമി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തുമ്പോ ഉമറുൽ ഖത്താബ് തങ്ങൾ ഭരണം ഏറ്റെടുത്ത് നാട്ടിൽ ഭരണം നടത്തുമ്പോ അന്ന് ഭക്ഷ്യവസ്തുക്കള് ഭക്ഷണ സാധനങ്ങളുടെ മേൽനോട്ടം നോക്കുന്ന ആളാണ് മഹാനായ മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഖാല അസാബന്നാസ ഖഅതുൻ ഫീ സമനി ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അന്ന് മദീനയിൽ വലിയ ക്ഷാമം വന്നു. മദീനയിൽ വലിയ ക്ഷാമം വന്നു. ക്ഷാമം വന്നാൽ അത് നീങ്ങി കിട്ടാൻ വേണ്ടി യഥാർത്ഥത്തിൽ ആരോടാ പറയേണ്ടത്? ആരോട് പറയണം? പടച്ചോനെ, ഈ കഷ്ടം, ഈ മുസീബത്ത്, ഈ ഒരു ക്ഷാമം നീക്കി തരണേ അല്ലാഹ് എന്ന് പടച്ചവനോട് പറയണ്ടേ? അല്ലേ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഒരു ക്ഷാമം വന്നാൽ വഹാബിന്റെ ആശയപ്രകാരം ആരോട് പറയണോ? ആരോട് പറയണോ? പടച്ചവനോട് പറയണ്ടേ? അല്ലാഹുവോട് പറയേണ്ടത്. എന്നാൽ ഫജാ റജുലുൻ, ഒരു ആൾ വന്നു. ഒരു ആൾ വന്നു. ആരാണ് ആള്? മഹാനായ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വഹാബിയാണ്, ചില്ലറക്കാരനല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസ്സിൽ കൂടിയ മഹാനാണ് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ്. തൗഹീദും ശിർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ആളാണ്. ആ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു വരുന്നത് ഇവിടത്തേക്കാണ്. പള്ളിയിലേക്കാണോ? അല്ല. കഅബ ശരീഫിന്റെ അടുക്കലേക്കാണോ? അല്ല. അദ്ദേഹം വരുന്നത് എവിടേക്കാണ് അറിയോ? ഇലാ ഖബ്റിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഖബ്ർ ശരീഫിന്റെ അരികിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് അദ്ദേഹം വരുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ. അല്ലാഹുവല്ല വിളിക്കുന്നത്, പടച്ചവനല്ല വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി എന്ന് പേരുള്ള സ്വഹാബി ആരെ വിളിക്കുന്നു? അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ഇസ്തസ്ഖി ഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി തങ്ങൾ മഴ തേടണേ നബിയേ. മഴ തേടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, മഴ കിട്ടാൻ വേണ്ടി ഒരു ഹെൽപ്പ്, ഒരു സഹായം ആരോടാ പറയുന്നത്? മരണപ്പെട്ട് ഖബർ ഷരീഫിന്റെ ഉള്ളിലുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത്. ഇതുപോലെ ഞങ്ങൾക്ക് മദീന തങ്ങൾ പാപ്പയോട് പറയുന്നില്ലേ? ഖബറിന്റെ അടുത്ത് മടവൂരിൽ പോയി അവിടെ പറയുന്നില്ലേ, ഉപ്പാപ്പാ ഞങ്ങൾക്ക് ഇന്നത് വേണം. അജ്മീർ ഖാജന്റെ ഖബറിന്റെ അടുത്ത് പോയി ഞങ്ങൾ പറയുന്നില്ലേ? അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് സ്വഹാബിയായ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തസ്ഖി ഉമ്മതിക, ഓ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ തേടണേ നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ, ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ഉമ്മത്ത് നാശത്തിന്റെ വക്കിൽ എത്തിയിട്ടുണ്ട് നബിയേ. അവർ നശിക്കാൻ അടുത്തായിട്ടുണ്ട് നബിയേ. കാരണം നാട്ടിൽ മഴയില്ല, മഴയില്ല, മഴ കുടിക്കാൻ തണ്ണിയില്ല. വല്ലാത്ത കഷ്ടമാണ്, പ്രയാസമാണ്, സങ്കടമാണ്. പൊന്നാര തങ്ങളെ, ഞങ്ങൾക്ക് മഴ തരണേ നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ, അങ്ങയുടെ ഉമ്മത്ത് നശിക്കാൻ അടുത്തായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച്, ഞങ്ങൾ എങ്ങനെ അജ്മീറിൽ പോയി ഖാജ തങ്ങളോട് പറയുന്നു, മടവൂരിൽ പോയി ആ സീമുലുള്ളയോട് എങ്ങനെ പറയുന്നു, ഇബ്രാഹിം ബാദിഷയോട് എങ്ങനെ പറയുന്നു, അതേപോലെ ആരാ പറയുന്നത്? ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു. അയാൾ ആരാ? അയാൾ ആരാ? സമസ്തന്റെ ആളാ? അല്ല, അയാൾ സ്വഹാബിയാണ്. അയാൾ സ്വഹാബിയാണ്. അപ്പൊ സലഫി പറയും, അത് അയാൾ ഞങ്ങൾ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല, ഞങ്ങൾ മൗലവിമാരെ ക്ലാസ് കേട്ടെങ്കിൽ അയാൾ അങ്ങനെ ആക്കണം, ഞങ്ങൾ കണ്ടില്ലല്ലേ, അയാൾക്ക് തൗഹീദ് പഠിപ്പാട്ടോ ഞങ്ങൾ ഇല്ലാത്ത സബലോ അയാൾ അങ്ങനെ ആക്കി പാപ്പാൻ. ഇനി കേട്ടോ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. الرجل ഈ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു അരികിലേക്ക് എങ്ങനെ? ഫിൽ മനാം, സ്വപ്നത്തിൽ കിനാവിൽ വരുന്നു. അന്ന് രാത്രി ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നുറങ്ങിയപ്പോ സ്വപ്നത്തിൽ വരുന്നു, മുത്ത് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് കിനാവിൽ എന്താണ് പറയുന്നത്? ഉമർ, ഓ ബിലാലേ, നിങ്ങൾ ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് പോകണം, എന്നിട്ട് എന്റെ സലാം പറയണം. മാത്രമല്ല വഅഖ്ബിറുഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയണം, അന്നകും മുസ്തഊൻ, നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കപ്പെടുന്നു, നിങ്ങൾക്ക് അടുത്ത് തന്നെ മഴ കിട്ടുന്നു. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ആശമുറിയണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് അടുത്ത് തന്നെ നല്ല മഴ കിട്ടുന്നു. മാത്രമല്ല വഖുല്ലഹു, ഓ ബിലാലേ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിനോട് പറയണം, അലൈക്കൽ കൈസ്, അലൈക്കൽ കൈസ്. ഭരണം നടത്തുമ്പോൾ നാട്ടുകാരോട് കുറച്ച് മഴമായി നൈസായ നിലക്ക് പെരുമാറണം, കൂടുതൽ സ്ട്രോങ് കാണിക്കരുത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ എന്താ ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്തത്? ഫാതാ ഉമറ, ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ പോകുന്നു ഖത്താബിന്റെ അടുത്തേക്ക്.
ഉമർ ഖത്താബിന്റെ അടുത്ത് പോയി സംഗതിയെല്ലാം പറഞ്ഞു. ഞാൻ മഴയില്ലാതെ വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ ഖബറിനരികിൽ പോയി ഞാൻ മഴനെ തേടി. ഇന്നലെ രാത്രി അള്ളാന്റെ റസൂൽ എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് മഴ കിട്ടുന്നു എന്ന സന്തോഷ വാർത്ത തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഉമർ ഖത്താബിനോട് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു ഹൈദൽ മുസനി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് കരഞ്ഞുപോയി. ഉമർ ഖത്താബ് കരഞ്ഞുപോയി. എന്തേ കരയാൻ കാരണം? ഭരണത്തിൽ ഒരൽപ്പം നൈസായ നിലയ്ക്ക് ഭരിക്കണം, ജനങ്ങളോട് കൂടുതൽ സ്ട്രോങ്ങോടെ പെരുമാറണ്ട എന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. അത് കേട്ടിട്ട് ഉമർ ഖത്താബ് കരഞ്ഞുപോയി. യാ റബ്ബി ലാ അലു ഇല്ലാ മാ അജസ്തു അൻഹു. അല്ലാഹ്, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി എല്ലാവരോടും നന്നായി പെരുമാറാൻ നോക്കിയിട്ടുണ്ട്. എന്റെ സാധിക്കാത്ത കാര്യമല്ലാതെ എന്റെ കഴിവിൽ പെടാത്തത് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണം അല്ലാഹ് എന്ന അർത്ഥത്തിൽ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ കരയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഔലിയാക്കളെ ഖബറിന്റെ അടുത്ത് പോയി ആ ഔലിയാക്കളോട് വല്ലതും ഞങ്ങൾ ആവശ്യങ്ങൾ പറയാമോ, അവരോട് വല്ല ഹെൽപ്പും ചോദിക്കാമോ, അവരോട് വല്ല സഹായം നമുക്ക് ചോദിക്കാമോ, ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അപരാധികൾ അവരോട് പറയാമോ, അതിന് തെളിവായിട്ടാ പറഞ്ഞത്. അപ്പോ ഇതാരാ ചെയ്തത്? സ്വഹാബിയായ ബിലാൽ ഇബ്നു ഹാരിസ് മുസനി. ഉമർ ഖത്താബ് പറഞ്ഞു, ഏ ബിലാലേ, നീ ചെയ്തത് കടുത്ത ശിർക്കാണെന്ന്. ഉമർ ഖത്താബ് പറഞ്ഞില്ല. കാരണം ഉമർ ഖത്താബ് തങ്ങൾക്ക് വഹാബിന്റെ ആശയമില്ല, സലഫിന്റെ വിശ്വാസമില്ല, സലഫിന്റെ വാദം ഉമർ ഖത്താബ് തങ്ങൾക്കില്ല. ഈ സംഭവം കിതാബിൽ ഇല്ല എന്ന് പറയാൻ അള്ളാന്റെ ഭൂമിയിൽ ഒരു സലഫി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചരിത്രം അല്ലെങ്കിൽ ഈ സംഭവം ഇത് ദുർബലമാണ്, ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഇതിന്റെ സനദിൽ തകരാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഉമ്മ പെറ്റ മകൻ ഈ ലോകത്തുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് എടുത്തോ, ഞാൻ നടത്തുന്ന സ്ഥാപനം നിങ്ങൾക്ക് തരാം, വിട്ടുതരാം. ഒരു 2 ഏക്കർ ഭൂമിയും കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ തൗഹീദ് നടത്തിക്കൊള്ളു. ഈ പറഞ്ഞ ചരിത്രം അതിന്റെ സനദിൽ ഇന്ന തകരാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തകരാറുണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇന്ന ആൾ ഇത് ശരിയല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു ഉമ്മ പറ്റ മോന് അള്ളാന്റെ ഭൂമിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ഇടുന്നു. ഞാൻ നിങ്ങളോട് ഇത്തരം ആളുകളെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത്. എവിടെങ്കിലും എന്റെ ഏതെങ്കിലും ചാനലോ അല്ലെങ്കിൽ എന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. ഇത് ഓപ്പൺ പരിപാടിയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ സാക്ഷിയാണ്. എന്തെങ്കിലും ഇതിനെ ഗണ്ണിക്കാൻ, ഈ സംഭവം തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഉമ്മ പറ്റ മോനുണ്ടെങ്കിൽ പറ്റേ ഭൂമിയിൽ. ഇത് ലൈവ് കേൾക്കുന്നുണ്ടല്ലോ, ഇവിടെ ആളുകൾ മാത്രമല്ലോ, ഇവിടെ ലൈവിൽ ദുനിയാവിടെ പോകുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് കേൾക്കുന്നെങ്കിൽ നാളെ കേൾക്കാമല്ലോ, മറ്റേ നാൾ കേൾക്കാമല്ലോ, എന്നും കേൾക്കാമല്ലോ, ലൈവിലുണ്ടല്ലോ, യൂട്യൂബിലുണ്ടാവല്ലോ. അപ്പൊ ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ ഒരു ഉമ്മ പറ്റ മോനുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ഇന്ന തകരാറുണ്ട്, ഈ സംഭവം ഇന്ന കാരണത്താൽ തെളിവ് പറ്റൂല, ഇന്ന തകരാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഈ തെളിവിനെ തെളിവല്ലാതാക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ അല്ലാതെ ഭൂമിയിൽ വരണം. ഈ ചാലഞ്ച് ഏറ്റെടുക്കണം. പക്ഷേ ചാലഞ്ച് ഏറ്റെടുക്കുന്ന ആളുകൾ അഡ്രസ് വേണം. അഡ്രസ് ഇല്ലാത്ത അപരാധികൾ വന്നാൽ ഞങ്ങൾ അവരോട് ചർച്ചയ്ക്കില്ല. അഡ്രസ് ഇല്ലാത്ത ആളുകളോട് ചർച്ച ചെയ്ത് കാര്യം ഞങ്ങൾ ഇതിന് അഡ്രസ് ഇല്ലാത്ത ആളുകൾ ചർച്ച നടത്തണം. അപ്പോൾ വരുന്ന ആളുകൾക്ക് ഒരു അഡ്രസ് വേണം. ഇരിക്കട്ടെ, അതൊരു ചെറിയ കണ്ടീഷൻ. അഡ്രസ് ഉള്ള ആർക്കും വരാം, അഡ്രസ് ഉള്ള ഏത് മനുഷ്യനും വരാം. അഡ്രസ് ഇല്ലാത്ത ആളുകളോട് ചർച്ച നടത്താൻ ഞങ്ങളില്ല. അവൻ എവിടെയെങ്കിലും പോയി റോഡ് സൈഡിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രക്കും കൃത്യമായ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾ വെറുതെ കേട്ടിട്ട് ഇവിടെ 5-10 രൂപ ചെലവാക്കിയിട്ട് മൈക്കും കൊണ്ടുവന്ന് എന്നെ വിളിച്ച് ഇവിടെ പരിപാടി നടത്തി പോകുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ? നിങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേല പറയുന്ന ആളെ ചന്തവും, വേല പറയുന്ന ആളെ കൂറ്റിന്റെ ചന്തവും, വേല പറയുന്ന ആളെ രാഗം കേട്ടിട്ട് ഒരു കാര്യമില്ല. ഉണ്ടാ രാഗം കേട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഇല്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടോ ഇല്ലേ? മനസ്സിലാവില്ലേ? ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല. മനസ്സിലായോ? എന്ത് മനസ്സിലായി? അള്ളാന്റെ ഔലിയാക്കളുടെ അടുക്കൽ പോയി ദർഗയിൽ പോയി പറയാൻ വ്യക്തമായ തെളിവുണ്ട് എന്ന് മനസ്സിലായല്ലോ ഇല്ലേ? ഇല്ലേ? അൽഹംദുലില്ലാഹ്. അതാണ് നമുക്ക് വേണ്ടത്. ഇനി രണ്ടാമത്തെ സംഭവം ഞാൻ ഉദ്ധരിക്കാം.